11 ദിവസം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച് തീരുമാനമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചു. The Congress Legislature Party had met in Thiruvananthapuram on May 7th, 2026 and had unanimously resolved to authorize the Congress President to appoint the new leader of the CLP in the state of Kerala. Accordingly, the Congress President has held extensive discussions with the chairperson of the Congress Parliamentary Party, leader of the opposition in the Lok Sabha, the AICC observers who had met with the newly elected MLAs on May 7th, 2026, and many other leaders from the state, including MPs, former PCC presidents, have also been consulted. Based on all these discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. മെയ് 4-ന് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് UDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതു മുതൽ കേരള ജനത ചോദിച്ച ചോദ്യത്തിനാണ് 11 ദിവസങ്ങൾക്ക് പുറം ഉത്തരം ലഭിച്ചിരിക്കുന്നത്. 5 വർഷം കേരളത്തിൻ്റെ പ്രതിപക്ഷ നിരയെ നയിച്ച വി.ഡി. സതീശൻ ഇനി കേരളത്തിൻ്റെ ഭരണപക്ഷത്തെ നയിക്കുമെന്ന ഉത്തരം. 2 മത്സരങ്ങൾ ജയിച്ചാണ് വി.ഡി. സതീശൻ ഇത്തവണ വിജയിയുടെ കസേരയിലിരിക്കുന്നത്. ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടാമത് മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പാർട്ടിയിലെ തെരഞ്ഞെടുപ്പും. ഉദ്വേഗത്തോടെയാണ് 2 ഫലങ്ങളും അറിയാൻ രാഷ്ട്രീയ കേരളം കാത്തിരുന്നതും. ഒടുവിൽ ആ വിശേഷണവും സതീശൻ തൻ്റെ പേരിനൊപ്പം എഴുതി ചേർക്കുന്നു: കേരള മുഖ്യമന്ത്രി. എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദരമേനോൻ്റെയും വിലാസിനിയമ്മയുടെയും മകനായി 1964 മെയ് 31-നാണ് സതീശൻ്റെ ജനനം. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് തന്നെ രാഷ്ട്രീയത്തിൽ ഇടപെട്ട സതീശൻ തേവര SH കോളേജിൽ യൂണിയൻ ഭാരവാഹിയായി പൊതുരംഗത്ത് സജീവമായി. MG സർവകലാശാല യൂണിയൻ ചെയർമാനായും NSU ദേശീയ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. നിയമബിരുദധാരിയായ സതീശൻ കുറേക്കാലം അഭിഭാഷകനായും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം, നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റികളുടെ ചെയർമാൻ സ്ഥാനവും വഹിച്ചു. തമിഴ്നാടിൻ്റെ ചുമതലയുള്ള AICC സെക്രട്ടറിയുമായിരുന്നു. 5 വർഷം KPCC ഉപാധ്യക്ഷ പദവിയും വഹിച്ചു. മികച്ച MLAയ്ക്കുള്ള അവാർഡുകൾ നിരവധി തവണയാണ് ലഭിച്ചത്. 2001 മുതൽ പറവൂർ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ്. 2021 മുതൽ 26 വരെ പ്രതിപക്ഷ നേതാവുമായിരുന്നു. ലക്ഷ്മി പ്രിയയാണ് ഭാര്യ. മകൾ ഉണ്ണിമായ. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.